മതിയാക്കടാ. എത്ര നേരമാ ഫോണിൽ സംസാരിക്കുന്നത്? നിനക്കൊക്കെ ബോർ അടിക്കൂലേ? ഓക്കെടാ, ശരി. ടേക്ക് റെസ്റ്റ്. ടെൻഷൻ അടിക്കട്ട. ഓക്കെ. എന്താ എന്റെ വളർത്തമ്മയ്ക്ക് പ്രശ്നം? അയ്യടാ, ഒരു വളർത്തമ്മ. എവിടെ നിന്ന് എനിക്ക് ഇത്ര എനർജി? എത്ര നേരമാ ഫോണിൽ സംസാരിച്ചിരിക്കുന്നത്? എങ്ങനെ എനർജി കിട്ടാതിരിക്കും? കഴിക്കുന്നുണ്ടില്ലേ ചോക്ലേറ്റ്? നിങ്ങൾക്കറിയില്ലേ, അത്ലറ്റ്സും ബോക്സസ് ഒക്കെ എനർജി കിട്ടാനായിട്ട് ചോക്ലേറ്റ് ബാർസ് എപ്പോഴും കഴിക്കാറ്. ശരി രാജാവേ. വാട്ട്? അതല്ലടാ, ഞാൻ ഇതുവരെ നിന്നെ ഒരു ബോയ് ഫ്രണ്ട് വിളിക്കുന്നത് കണ്ടിട്ടില്ല. അല്ല, നിനക്ക് ഈ സിനിമയ്ക്ക് പോകുന്നതോ വെള്ളം ഒടിക്കുന്ന അങ്ങനത്തെ ഫ്രണ്ട്സ് ആരും ഇല്ലേടാ? ഉണ്ടല്ലോ. ആര് ആര്? താനിയ, നിഷിത, നിമ്മി. ബെസ്റ്റ്. അതല്ലടാ, മനസ്സിലായി സാറാമേ. ഇപ്പൊ വിളിച്ചത് എൻ്റെ ഒരു ഫ്രണ്ടാ, മനു. അവന് കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ പേഴ്സണൽ പ്രോബ്ലംസ് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരാള് നിന്നോട് വല്ല ഗേൾഫ്രണ്ട് പ്രോബ്ലംസ് അല്ലാതെ വല്ല പ്രോബ്ലം ഷെയർ ചെയ്യാൻ പറ്റുവോടാ? എക്സാക്ട്ലി. ഓ, അപ്പോ പ്രശ്നം തന്നെയാണല്ലേ? അത് പോട്ടെ, അവനെന്താ പ്രശ്നം? അവന്റെ ഗേൾ ഫ്രണ്ട് അവനെ ഇട്ടിട്ട് പോയി. മണ്ടൻ. അവൻ ഈ റിലേഷൻഷിപ്പ് വലിയ സീരിയസ് ആയിരുന്നു. നല്ല കാര്യമല്ലേ? എന്ത്, അവന്റെ പെണ്ണ് അവനെ ഇട്ടിട്ട് പോയതോ? അതല്ല, റിലേഷൻഷിപ്പിൽ സീരിയസ് ആയിരുന്നതേ. അതുകൊണ്ടല്ലേ അവനിപ്പോ ജീവിതം എടുത്ത് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് വീട്ടിയിരിക്കുന്നത്. കഷ്ടം. വെറുതെ അല്ല അവന് ഗേൾഫ്രണ്ട് അവനെ വിട്ടിട്ട് പോയത്. ഇമോഷണൽ ഫൂൾസ്. എനിക്ക് തോന്നുന്നത് എല്ലാത്തിനും കാരണം അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ആണെന്ന്. ഫുഡ് തേങ്ങ മാങ്ങ. എന്താ അതിന് കഴിയില്ലേ? പിന്നെന്താ കിട്ടാറ്? കുടി. മനസ്സിലായടാ, എല്ലാം ശരിയാ. ഇവന് ഭക്ഷണത്തോട് വലിയ ദേഷ്യമുണ്ടോ? ഇല്ല റോയിച്ച, ഞാൻ ഓവറല്ല, പേടിക്കണ്ട. അതല്ലടാ, ഇതെന്താ നീ കള്ള കുടിച്ചാണ് ഓവറവൻ? ഇതൊന്നകത്തേക്ക് ഏറ്റവും മുമ്പ് നേരത്തെ പറഞ്ഞ കാര്യം മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറയാമോ? ഒരവസരല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. എന്താ അതിനുള്ള കഴിവില്ലേ? പിന്നെ സൗന്ദര്യം, അത് ദൈവ ആവശ്യത്തിലധികം തന്നിട്ടുണ്ട്. പിന്നെന്താ കിട്ടാത്തേ? ഇവനാള് കൊള്ളാലോ. ഇതൊക്കെ ആയിരുന്നല്ലോ ഈ ചെക്കൻ്റെ മനസ്സിലിരിപ്പ്. ഭക്ഷണത്തിന്റെ മുമ്പിലിരുന്ന് ഇത്രയും വലിയ തോന്നിയാസം പറയാൻ ഇവൻ എങ്ങനെ കഴിയുന്നെന്റെ കർത്താവേ? പറഞ്ഞോ? ഇല്ല, പാവം. ഭക്ഷണം കഴിക്കുന്നത് കണ്ടാലറിയാം നല്ല വിഷമമുണ്ടെന്ന്. മനു, ഞാൻ പറയുന്നൊക്കെ മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഇക്കാലത്ത് ഗേൾ ഫ്രണ്ട്സ് ബോയ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. അതിനൊക്കെ രസം കഴിയുമ്പം അത് ചിലപ്പോ ബ്രേക്കപ്പ് ആവുകയും ചെയ്യും. കുറെ കാലം കഴിഞ്ഞ് നമ്മൾ അവളെ കാണുമ്പം ഇതോത്ത് ചിരിക്കാവുന്നതേ ഉള്ളൂ. അത് നേരം പോക്കുള്ളായിരിക്കുംടാ. ടേക്ക് ഇറ്റ് ഈസി മാൻ. അവക്ക് നമ്മളെ ഇന്ന് വേണ്ടെങ്കിൽ നമുക്ക് അവളെ മിനിഞ്ഞാന്നേ വേണ്ട. ഗുഡ്. ആസ്ക് ഹിം ടു ഡു മെഡിറ്റേഷൻ. അല്ലെങ്കിൽ ഞാൻ ജിമ്മിൽ വരാൻ പറഞ്ഞാൽ മതി. ഇറ്റ്സ് എ വെരി ഗുഡ് സ്ട്രെസ് ബസ്റ്റർ. ഒന്ന് പോയി അതിനിടയിൽ അവളുടെ ഒരു ഉപദേശം. നിന്റെ എക്സ് ബോയ് ഫ്രണ്ട് എത്തി. എന്താ സാറാമേ, നീ ഉപദേശം നിർത്തിയാ? ഞാൻ അവനൊന്ന് കണ്ടിട്ട് വരാം. ദേ, നീ വെറുതെ സാറയുടെ കയ്യിൽ നിന്ന് മേടിക്കും. നീ എന്താ ഇവിടെ ഇരിക്കുന്ന? അകത്തേക്ക് വാടാ. ഇല്ല, ഒരാൾ വരും, വെയിറ്റ് ചെയ്യോ. ഇച്ചിരി ബിസിയാ. കേള പിന്നെ ഹിഷാം നമ്മുടെ സാറയുടെ എക്സ് ബോയ് ഫ്രണ്ടാ. ദൈവമേ, ഇതിനോടും പ്രേമ? റോയിച്ചൻ. ഹേയ് ഹിഷാം. റോയിച്ചൻ, ഹൗ ആർ യു? ഫൈൻ. ആനന്ദ്, ഇത് ഹിഷാം. ഹിഷാം, ആനന്ദ്. ഫിലിം ഫീൽഡിലാണോ? അല്ല,
കൊള്ളാവുന്ന ഏതെങ്കിലും ഡയറക്ടേഴ്സിന് അറിയോ? ഇല്ല. പിന്നെന്തിനാ? ചെക്കൻ്റെ ഒരു കാര്യം. ആ അത് വിട് വിട് ഇരിക്കിരി. നിനക്കിട്ടൊരു പണിയുണ്ടടാ ആനന്ദക്കുട്ട.